കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നതല്ല. കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളങ്ങനെ തൂക്കുപാലത്ത് നിന്ന് രാമക്കമെട്ടിലെ കാറ്റാടിപ്പാടത്തിലേക്കൊരു യാത്ര പോവുകയാണ്. തൂക്കുപാലത്ത് ഇതാണ് ടൗൺ കേട്ടോ. ഈ ടൗണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോവുക. ഞാനും എൻ്റെ സഹോദരനും കൂടാണ് യാത്ര ചെയ്യുന്നത്. ചെറിയ മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ലക്ഷണങ്ങളല്ല, മഴ ചാറുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തൂക്കുപാലത്ത് നിന്ന് രാമക്കമ്മേട് റോഡിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പ് റൈറ്റ് സൈഡ് നമുക്ക് കാണാൻ കഴിയും. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റിലൊരു വഴി കിടപ്പുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, രാമക്കമ്മേട് കുരുവിക്കാനം എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ടുള്ള വഴികളെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ടാകും. പരമാവധി ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ഇതൊരു ഗ്യാപ്പ് റോഡാണ്. കുട്ടിക്കാനത്തേക്ക് വേഗത്തിൽ ചെല്ലാനുള്ള ഒരു ഗ്യാപ്പ് റോഡാണ്. സോ അതുകൊണ്ട് നമ്മുടെ യാത്രകൾ പരമാവധി ഇന്നിപ്പോൾ യാത്രകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ യാത്രകൾ പോവുക. മുന്നോട്ട് വരുമ്പോൾ എന്താണ്ട് അടുത്ത ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് നമ്മൾ കയറ്റം കയറി അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മഴയുടെയൊക്കെ ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ട് നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് പരമാവധി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർ ജാക്കറ്റും അതുപോലെ തന്നെ തണുപ്പിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ളതായ വസ്ത്രങ്ങളൊക്കെ കരുതുന്നത് നല്ലതാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ. കാറ്റാടിപ്പാടം ഒന്ന് കണ്ടേക്കാം. നമ്മുടെ നാടിനെ നമ്മൾ തന്നെ കൂടുതലായി കാണിക്കുന്നതാണല്ലോ ഏറ്റവും മനോഹരം. അങ്ങനെ നമ്മൾ കുട്ടേട്ടൻ്റെ ബ്ലോഗിലൂടെ നമ്മുടെ സ്വന്തം നാട്ടിലെ ചില കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുകയാണ്. വീടുകളൊക്കെയുള്ള വഴിയാണ് കേട്ടോ. അതുകൊണ്ട് ഇനി വഴി തെറ്റിയാലും നമുക്ക് ചോദിച്ചു പോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ വഴി യാത്ര ഇങ്ങനെ തുടരുന്നു. ചേട്ടൻ അതിമനോഹരമായി വാഹനം ഓടിക്കുന്നു. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. നല്ല രസകരമായ യാത്രയാണ് കേട്ടോ. കാരണം ചുറ്റും മരങ്ങളും നല്ല പച്ചപ്പും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കണ്ടുപോകാനും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ. ശരിക്കും ഇടുക്കി വരുന്നത് തന്നെ എന്തിനാ, കുറേ വീഡിയോസ് എടുക്കാനും കുറേ കാഴ്ചകൾ കാണാനും കുറേ ടെൻഷനൊക്കെ ഒഴിവാക്കി കുറച്ച് തണുപ്പും മഞ്ഞും ഒക്കെ ഒന്ന് ആസ്വദിക്കാനാണല്ലോ ഇടുക്കിയിലോട്ട് വരുന്നത് അല്ലേ. ഇനി അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കാറ്റാടിപ്പാടത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ നമുക്ക് കാറ്റാടി കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, ഇതാണ് ആദ്യത്തെ എൻട്രി. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇനിയൊരു വലിയ കയറ്റമാണ്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ അത് ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിക്കുക. പരമാവധി താഴെ നിന്ന് കയറി വരുമ്പോൾ ഹോൺ അടിക്കുക, എന്നിട്ട് വേണം മുകളിലോട്ട് വരാൻ. മുകളിൽ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഹോൺ അടിച്ചിട്ട് തന്നെ താഴോട്ട് മുകളിലോട്ടൊക്കെ യാത്ര ചെയ്യുക. അപകടങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ, ഒഴിവാക്കപ്പെടാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഒരു വ്യൂവിലേക്ക് എത്തുകയാണ്. അതെ, ഞാനിവിടെ ഈ വണ്ടി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഹോദരൻ വണ്ടി നിർത്തും. ഇവിടെ കുറച്ച് കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാനുണ്ട്. അതും കൂടി കാണിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെടാൻ ഒരു 15-17% ചാൻസ് ഉണ്ട്. എങ്കിലും നിങ്ങളൊന്ന് കണ്ടിരിക്കുക. രാമക്കമെട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ചകളുണ്ടെന്ന് കണ്ടിരിക്കുന്നത് വലിയ സന്തോഷകരമാണ്. കണ്ടോ, ഈ ടോപ്പിൽ വരുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് കേട്ടോ. മലകളും ചുറ്റും മലകളും കാറ്റാടിയും അതുപോലെ തന്നെ ഒരു പച്ചപ്പും ഒക്കെ നിറഞ്ഞ. ചേട്ടൻ ശരിക്കും തണുപ്പ് കാരണം മാറിപ്പോയി വണ്ടിയുടെ സൈഡിൽ നിൽക്കുക കേട്ടോ. നല്ല കാറ്റുണ്ട്. അതാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി. ഭയങ്കരമായിട്ടൊരു കാറ്റുണ്ട്. ഇനി അവിടെ നിന്ന് ഇനി അങ്ങോട്ട് നടക്കുകയാണ് മുന്നോട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് നടന്ന് കാണിച്ചു തരാം. ചേട്ടനോട് ഞാൻ പറഞ്ഞു പുറകെ വണ്ടിയായിട്ട് പോരെ. ഇവിടം തൊട്ട് മുന്നോട്ട് അങ്ങോട്ട് ഫുള്ള് വ്യൂ ആണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു വ്യൂ ഉണ്ട്. ഇതിനിടയിൽ ഞാൻ എന്നെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമമായല്ലോ. കണ്ടോ, അപ്പോൾ ഞാൻ എന്നെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം. നല്ലൊരു വൈബാണ് കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇപ്പോൾ ഞാൻ കയറി പോകുന്ന വഴി അത് ഓഫ് റോഡ് വഴിയാണ് കേട്ടോ. ജീപ്പുകാരൊക്കെ വളരെ സാവധാനം വന്ന് കയറുന്ന റോഡാണ്. അതുകൊണ്ട് വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് പരമാവധി ഒന്ന് മാറി നിന്ന് കൊടുത്തേക്ക്. കാരണം അവർക്ക് അവരുടെ തൊഴിലും കൂടി നടത്തണമല്ലോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു മെയിൻ എൻട്രി, അതായത് ഫസ്റ്റ് നമ്മൾ കയറി വരുന്നിടത്തൊരു എൻട്രി ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകതയുള്ള സ്ഥലം കൂടാണ് കേട്ടോ. ഇവിടെയാണ് ഓഫ് റോഡ് വണ്ടി കൂടുതലായിട്ട് നിർത്തുന്നത്. കണ്ട ഒരു കാറ്റാടിയുടെ ചെറിയൊരു വലിപ്പമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. വാവ്, ശരിക്കും ക്യാമറ കാണുമ്പം നമ്മളവർക്ക് ഇത്ര ഉള്ളല്ലോ എന്ന്, പക്ഷേ നേരിട്ട് കണ്ടാൽ ഉണ്ടല്ലോ സഹിക്കത്തില്ല, അത്രയ്ക്ക് വലിപ്പമാണ്.
ഈ ഒരു സ്ഥലം ശരിക്കും ഓഫ് റോഡുകാരുടെ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ അണ്ണന്മാർ വളരെ എക്സ്പേർട്ട് ഡ്രൈവേഴ്സാണ്. കാരണം ആമപ്പാറയൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അടുത്തൊരു വീഡിയോ ആമപ്പാറയുടെ വരുന്നുണ്ട്. അവിടത്തെയൊക്കെ പോക്ക് കണ്ടു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു എക്സ്പേർട്ടാണെന്ന്. ഇതാ ഈ ഒരു റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു റൗണ്ടാണ്. ഓഫ് റോഡ് അണ്ണന്മാർ വണ്ടി കൊണ്ടുവന്നിട്ട് താണ്ട് ഇവിടോട്ടൊരു ഒറ്റ ചാട്ടത്തിൽ കയറ്റിയിട്ട് താണ്ട് ഇതുപോലൊരു ഈ റൗണ്ടിലിട്ട് 2 കറക്കിയിട്ടാണ് ഈ ടൂറിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സ്ഥലം കാണാൻ വരുന്ന നമ്മുടെ സ്ഥലം ആസ്വദിക്കാൻ വരുന്നവരെയും കൊണ്ട് മുന്നോട്ട് ട്രിപ്പ് പോകുന്നത് ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളിലൂടെ തന്നെയാണ് കേട്ടോ. ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണ് രാമക്കൽമേട്. വന്നവർക്കറിയാം, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. അഡ്വഞ്ചർ ഫീലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഏറ്റവും ടോപ്പ് മലകളിൽ ഒന്നായ രാമക്കൽമേട് അത്രയും ഉയർന്ന പ്രദേശമായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു കുറച്ച് നേരം നീ എന്ന് അഭിനയിക്ക്, ഞാൻ വീഡിയോ എടുക്കാം, ആളുകൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണല്ലോ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ അവൻ്റെ ബാക്കിലൂടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോവാണ്. അതാണ്ട് നല്ല കാറ്റാണ് കേട്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഭയങ്കര കാറ്റാണ്. അങ്ങനെ നമ്മുടെ നായകൻ മുന്നോട്ട് നീങ്ങുകയാണ്. കണ്ടോ ഈ ഒരു വ്യൂ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ഈ ഒരു വ്യൂ കണ്ടോ, ഭയങ്കര ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നല്ല തണുപ്പ് നമ്മുടെ ശരീരത്തോട്ട് അടിക്കുമ്പോൾ, ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്ത് അടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ചിലപ്പോൾ നമ്മുടെ പല ടെൻഷനും നമ്മുടെ പല ചിന്തകളും എല്ലാം മാറി നമ്മളൊന്ന് ഫ്രീ ആകാൻ 100% സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ അവസരങ്ങൾ നന്നായിട്ട് നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി ആസ്വദിക്കുക. ഞാൻ ഉറപ്പായിട്ടും പറയും, രാമക്കൽമേട് നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഓരോ ഭാഗവും അത്ര സന്തോഷമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡുകാർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വഴികളാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക്, അതായത് മെയിൻ വ്യൂവിലേക്ക്, കാറ്റാടിപ്പാടത്തിൻ്റെ മെയിൻ ഒരു വ്യൂവിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പോകുന്നതിൻ്റെ മുമ്പിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇത്. കണ്ടോ നല്ല രസമാണ് കേട്ടോ. പച്ചപ്പെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ അതിമനോഹരമായിട്ട് യാത്ര നമ്മൾ ഒരിക്കലും ക്ഷീണിക്കാത്ത ആ ഒരു അറ്റ്മോസ്ഫിയർ ഈ ഭൂമി നമുക്ക് തരുന്നുണ്ട്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായ കാഴ്ചകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിപ്പ് അത് അതിമനോഹരമാണ്. അതിനെ ആർക്കും കുറവ് പറയാൻ കഴിയത്തില്ല. ശരിയല്ലേ? മഞ്ഞിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇടയ്ക്ക് ക്യാമറയിലോട്ടൊക്കെ വെള്ളം അടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂവിലേക്ക് നമ്മൾ വന്നു. ഇതാണ് കേട്ടോ കാറ്റാടിപ്പാടത്തിൻ്റെ മെയിൻ എൻട്രി അല്ലെങ്കിൽ മെയിൻ ഒരു പോർഷൻ ഇതാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും കാണാൻ ഏറ്റവും അതിമനോഹരമായ കാഴ്ചകൾ നൽകുന്നതൊക്കെ ഇവിടെയാണ്. മഞ്ഞ് മൂടുന്നതും മഞ്ഞിറങ്ങുന്നതും കാറ്റാടിയുടെ ആ ഒരു പവറും ആ കാറ്റിൻ്റെ ആ ഒരു പ്രത്യേക ഫീലും നമ്മൾ പിറകോട്ട് വലിക്കുന്ന കാറ്റിൻ്റെ പവറൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും കേട്ടോ. കാറ്റിൻ്റെ ആ ഒരു പവർ കണ്ടോ, പുല്ലൊക്കെ കിടന്ന് എന്തല്ലേ, അത്രയ്ക്ക് തണുപ്പും കാറ്റും ഇവിടെയുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ മഞ്ഞുമഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ, മഞ്ഞുമഴയൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളെങ്കിലും ഇത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ വീണ്ടും നമ്മുടെ നായകൻ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇവിടെയൊക്കെ ഈ താഴോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യുക. കാരണം പുല്ലിലൊക്കെ വെള്ളമുള്ള കാരണം ചിലപ്പോൾ തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അറിയാൻ മേലാത്തവർ ഇവിടെ വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് തന്നെ താഴോട്ട് പോവുക. ചിലപ്പോൾ ഒരു ചെറിയ അശ്രദ്ധ വലിയ ദുഃഖത്തിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ താഴോട്ടൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതുണ്ടോ ഈ ഒരു വ്യൂ, അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഭയങ്കരമാണ്. ഒത്തിരി പേര് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി പേര് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇടയ്ക്ക് കാണിച്ചു തരാം ആളുകളൊക്കെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര മനോഹരമാണ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി താഴോട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അപ്പം വീഴാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക. ഞാൻ മുകളിൽ വീണതുകൊണ്ട് കുഴപ്പമില്ല, താഴോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ച് തന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ആസ്വദിക്കാനൊക്കെ താഴോട്ടിറങ്ങുമ്പോൾ പരമാവധി ശ്രദ്ധിച്ചു പോവുക. ഇപ്പം ഞാൻ വീണത് കണ്ടല്ലോ, അതുപോലെ നിങ്ങൾ വീഴാതിരിക്കാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എപ്പോഴും പോകുന്ന സ്ഥലമാണെങ്കിലും നമുക്കും ചില വീഴ്ചകളൊക്കെ ഉണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ച് തന്നെ പോവുക. അങ്ങനെ ഞങ്ങളവിടെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കണ്ടോ ഇതാണ് അവിടുത്തെ ഒരു വ്യൂവേ. നല്ല രസമാണ് കേട്ടോ, ഭയങ്കര ഒരു ഫീലാണ്. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ രാമക്കൽമേട്ടിൽ വരിക. തൂക്കുപാലം രാമക്കൽമേട്
കട്ടപ്പന, തൂക്കുപാലം, രാമക്കൽമേട്. ഇനി നെടുങ്കണ്ടം വഴിയാണ് വരുന്നെങ്കിൽ നെടുങ്കണ്ടം, തൂക്കുപാലം, രാമക്കൽമേട്. ഓക്കെ, ഏത് വഴിയാണെങ്കിലും രാമക്കൽമേടൊന്ന് GPS കൊടുക്കുക, വിട്ടിങ്ങ് പോരുക. അതാണ്ട് അവിടെ നിന്ന് നമ്മൾ ഇനി മുമ്പോട്ട് അടുത്ത ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ. ഇവിടെ നമുക്ക് താഴോട്ട് പോകുമ്പം ഏറ്റവും ലാസ്റ്റായിട്ടൊരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഓഫ് റോഡ് ജീപ്പും ഒക്കെ നമുക്കവിടെ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നടന്നു പോകുന്നതും പ്രത്യേക ഒരു ഫീലാണ്. കാരണം ആളുകൾ വരുന്നവരെല്ലാം നടന്ന് ചിലപ്പം ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് സമയമായിരിക്കാം ഇങ്ങനെ നടക്കുമ്പോൾ. അതൊക്കെ പരമാവധി നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇരിക്കുക. മക്കളുടെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെയും മാതാപിതാക്കളുടെ കൂടെ ഒക്കെ സമയം ചിലവഴിക്കുക. ഇങ്ങനെയുള്ള യാത്രയിലൊക്കെ ആയിരിക്കും നമുക്കതിന് കൂടുതൽ സമയം കിട്ടുന്നത്. കാരണം ജോലി തിരക്കൊക്കെ ഒഴിവായി നിൽക്കുന്ന ഒരു സമയം ഇതാണല്ലോ. ഞാനിതെല്ലാം ഈ കൂടെ അങ്ങ് ഉൾപ്പെടുത്തി അങ്ങ് പോവുകയാണ്. ഞാനങ്ങനെ അവിടുന്ന് മുന്നോട്ട് കയറി ഇച്ചിരി പുല്ലൊക്കെ ഉള്ള സ്ഥലത്തോട്ടൊക്കെ ഒന്ന് കയറി കണ്ടോ. കാറ്റാടിയുടെ ചില വ്യൂ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഭയങ്കര സുഖമാണ്. ആ ഒരു കാറ്റടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, എൻ്റെ സാറേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഈ ഡയലോഗൊക്കെ ഇവിടെ നിന്നൊക്കെ വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു ഫുൾ വ്യൂ അങ്ങ് നിങ്ങളെ അങ്ങ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കാറ്റാടിപ്പാടത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നമുക്ക് ഇറങ്ങി അങ്ങ് പോകാം. ഞങ്ങൾ പോകുന്നില്ല, കുറച്ചേ പോകുന്നുള്ളൂ. ബാക്കി നിങ്ങൾ വരുമ്പോൾ പോയി കണ്ടാൽ അതെല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് വരാൻ തോന്നിയില്ലെങ്കിലോ. അങ്ങനെ ഇത് കണ്ടോ, ചേട്ടൻ എന്നെ കാണിച്ചിട്ടാ ആ കാറ്റാടി കണ്ടോ. ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് മൂടാൻ തുടങ്ങി കേട്ടോ. മഞ്ഞിൻ്റെ ആ ഒരു നല്ലൊരു ആകരണമായി തുടങ്ങി, മഞ്ഞ് ഇറങ്ങി തുടങ്ങി. അതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്, കാറ്റിന് നല്ല തണുപ്പുണ്ട്. നമ്മുടെ ശരീരത്തെ കുളിരണിയിപ്പിക്കുന്ന രീതിയിലുള്ള തണുപ്പുമുണ്ട്. അതൊരു പ്രത്യേക സുഖം കൂടാണല്ലോ അല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് നല്ല കാറ്റുള്ളതുകൊണ്ട് കാറ്റാടി എല്ലാം നന്നായിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് പുല്ലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത്രയ്ക്ക് രസകരമായ കാഴ്ചയാണ്. ഞാൻ ഈ പ്രാവശ്യം വീഡിയോ നല്ല വൈഡായിട്ട് അങ്ങ് എടുക്കുവാണ് കേട്ടോ. കാരണം ഇങ്ങനെ കാണിച്ചാലേ അതത്ര മനോഹരമായി നിങ്ങൾക്കും തോന്നുകയുള്ളൂ. കണ്ടോ കാറ്റിൻ്റെ ആ ഒരു ഇനി പല സീക്വൻസിൽ നിന്ന് നിങ്ങളെ ഞാൻ ആ വീഡിയോ അല്ലെങ്കിൽ ഈ 2 കാറ്റാടികൾ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ, ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇതൊരിക്കലും വാക്കുകൾ കൊണ്ട് പ്രസരിപ്പിക്കുന്നതല്ല കേട്ടോ. അത്രയ്ക്ക് ഫീലാണ്, അത്രയ്ക്ക് സന്തോഷമാണ് ഇത് കാണുന്നത്. ഈ റോഡൊക്കെ ആണെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ഫീലാണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അവരിലേക്ക് നമ്മുടെ രാമക്കൽമേട് എത്തിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം അത്ര അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പം നമ്മുടെ വാഹനം ആയിരിക്കില്ല അധികം ഉപയോഗപ്പെടുത്തുന്നത്. അവിടെ അതിന് നിയമ അധികൃതർ നൽകിയിരിക്കുന്ന ചില വാഹനങ്ങളുണ്ട്. അത് തന്നെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, കണ്ടോ മഞ്ഞിനകത്തോട്ട് മൂടുന്ന ഒരു സമയമായി തുടങ്ങി, മഞ്ഞിറങ്ങി തുടങ്ങി. കണ്ടേ, ഇനി നിങ്ങൾ കണ്ടു തന്നെ ആൾക്കാരൊക്കെ താണ്ടി നമ്മൾ മുമ്പേ നിന്ന സ്ഥലത്തൊക്കെ നിന്ന് വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആളുകളിങ്ങനെ ഇറങ്ങി പോയി വന്ന് തിരിച്ചു വരുന്ന കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാറ്റൊരു രക്ഷയില്ല കേട്ടോ, അത്രയ്ക്ക് ഫീലാണ് കാറ്റ്. ശരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ആമപ്പാറയുടെ ഓഫ് റോഡാണ് കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. വലിയ സംഭവമായിട്ടല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ചില സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തോടെ കാണിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടേട്ടൻ്റെ ബ്ലോഗ് ഒരിക്കലും മറക്കത്തില്ല, നല്ലൊരു പേരല്ലേ കുട്ടേട്ടൻ്റെ ബ്ലോഗ്. കാറ്റാടി കണ്ടോ, കാറ്റാടിയുടെ വലിപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ചെറുതായിട്ട് തോന്നും. പക്ഷേ അടുത്ത് ചെന്ന് നിന്ന ഇതൊന്നും അല്ല കേട്ടോ കാറ്റാടി വലിപ്പം. ഭയങ്കരമായിട്ട് കാറ്റടിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ നല്ല ചാറ്റൽ മഴ അല്ലെങ്കിൽ മഞ്ഞുമഴ പെയ്തു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളും ഇന്നലെ പോയേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് മൂടുന്ന ഒരു കാഴ്ചയും കൂടി നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ വന്നത് വലിയൊരു നഷ്ടമായിരിക്കില്ലേ. അതും കൂടി കാണിച്ചു തരാം കേട്ടോ. എന്നാണ്ട് വീണ്ടും ഞാൻ ഈ കാറ്റാടിയുടെ വലിപ്പം കാണിക്കുന്നത് ഇതിൽ കാണുമ്പോൾ ചെറുതെന്ന് നിങ്ങൾ തോന്നിയാൽ അത് തോന്നൽ മാത്രമാണ്, ചെറുതല്ല. അന്യ വലിപ്പമുള്ളൊരു എന്താ പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് ഈ കാറ്റാടി. കണ്ടോ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്. അതുകൊണ്ട് വീണ്ടും എന്നെ ഞാൻ കാണിച്ചു തരുവാണ്. ഇനി എന്നെ നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് മഞ്ഞ് മൂടി നമ്മൾ മുമ്പേ കണ്ട പല കാറ്റാടിയും ഇപ്പോൾ മഞ്ഞിനകത്ത് ആയിരിക്കുകയാണ്. ഞാൻ വേണേൽ അതൊന്നും കൂടി കുറച്ചുകൂടി മുന്നോട്ട് പോയി നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ മഞ്ഞിനകത്തോട്ട് താടെ ഇവിടെ കയറി നിൽക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മഞ്ഞിൻ്റെ ഒരു പ്രത്യേക ഫീല്.
കണ്ടോ മഞ്ഞ് നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ കാണാൻ പറ്റിയില്ല, തൊട്ടടുത്ത് വന്നപ്പോഴാണ് ശരിക്കും ആ കാറ്റാടികളൊക്കെ കാണുന്നത്. കാരണം മഞ്ഞിനകത്തോട്ട് മൂടി തുടങ്ങിയിട്ടുണ്ട്, മഞ്ഞിറങ്ങി, നന്നായിട്ട് മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരും അത് ആസ്വദിച്ച് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒക്കെ എടുത്ത് കാണാനൊക്കെ പറ്റിയ സ്ഥലം കൂടാണ് കേട്ടോ. ഞാനിത് ഇച്ചിരി കൂടി അടുപ്പിച്ച് കാണിക്കും വേണ്ട, മലകളൊക്കെ നല്ല മഞ്ഞിനകത്ത് നിൽക്കുകയാണ്. പ്രത്യേക ഫീലല്ലേ ശരിക്കും. വന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്നില്ലേ? വന്ന് കാണണം കേട്ടോ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കുട്ടേട്ടൻ്റെ ബ്ലോഗ്. ബൈ ബൈ.